നമ്മുടെ ഇടുക്കി ചുരുളിയിൽ കംഫർട്ട് സ്റ്റേഷന് വേണ്ടി ഒരു കുഴൽക്കിണർ നിർമ്മിച്ചു. ദീർഘനാളത്തെ ആവശ്യമായതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് വലിയ സന്തോഷമായി. ഈ കുഴൽക്കിണർ കുഴിച്ച് 300 അടി താഴ്ന്നപ്പോൾ തന്നെ നല്ല വെള്ളം പൈപ്പിൽ കൂടി അങ്ങ് ചീറ്റാൻ തുടങ്ങി. പക്ഷേ ആ വെള്ളം നിലയ്ക്കുന്നില്ല. ഈ പൂക്കുറ്റി എന്നൊക്കെ പറയുന്നത് അതുപോലെ പൂക്കുറ്റി പോലെ ചീറ്റിക്കൊണ്ടേ ഇരിപ്പാണ്. ആദ്യമൊക്കെ രസമൊക്കെ ആണെങ്കിൽ പിന്നീട് പണിപാളി കാര്യം നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട്. അടുത്തുള്ള കുറേ അധികം കുഴൽ, ഏതാണ്ട് 19ഓളം കുഴൽക്കിണറുകളിൽ വെള്ളം വറ്റി. അല്ലാത്ത കിണറുകളിൽ ജലനിരപ്പ് വല്ലാതെ താഴ്ന്നു. ചുരുക്കത്തിൽ ആ കുഴൽക്കിണർ ഒരു കുടിവെള്ളം മുട്ടിക്കൽ കിണറായി എന്ന് ഇപ്പോഴും വെള്ളം അങ്ങനെ ആകാശത്തേക്ക് ചീറ്റുകയാണ്. ഒരു കുഴൽക്കിണറിന്റെ പണി തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവരുടെ ആഗ്രഹം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ വെള്ളം കിട്ടണേ എന്നാണ്. എന്നാൽ ചുരുളിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ വെള്ളം കിട്ടിയെന്ന് മാത്രമല്ല, വെള്ളത്തിന്റെ നീരൊഴുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലുമാണ്. ആ ഒഴുക്ക് സമീപ പ്രദേശത്തെ 40ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 22-നാണ് ചുരുളിയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ പുതിയ കംഫർട്ട് സ്റ്റേഷനു വേണ്ടി കുഴൽക്കിണർ നിർമ്മിച്ചത്. 320 അടി എത്തിയപ്പോഴേക്കും കിണറിൽ നിന്നും നിലയ്ക്കാത്ത ജലപ്രവാഹം. ഭൂമിയുടെ നിരപ്പിൽ നിന്നും 15 അടി ഉയരത്തിലാണ് ജലം കുതിച്ചു പൊങ്ങി ഒഴുകിയത്. വേനലിൽ ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന ചുരുളി, അട്ടിക്കളം, ആൽപ്പാറ നിവാസികൾക്കിത് ആശ്വാസത്തിന്റെ നീരുറവയായിരുന്നു. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ആശ്വാസമല്ല, അപകടമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. മുകളിലുള്ള കുഴൽക്കിണറിലെല്ലാം വെള്ളം പറ്റി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളിപ്പോൾ നിലയിൽ വെള്ളം അടിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളത്തിന് വേറെ സംവിധാനങ്ങൾ അവിടെ ഇല്ല. 42 കുടുംബങ്ങളാണ് മുകളിൽ താമസിക്കുന്നത്. അതിൽ 22ഓളം കുഴൽക്കിണറുണ്ട്. അതിൽ 18-19 എണ്ണത്തോളം വെള്ളം ശരിക്കും താന്നുപോയി. അമിത ജലപ്രവാഹത്തെ തുടർന്ന് പരിസര പ്രദേശത്തെ 19 കുഴൽക്കിണറുകളിലെ വെള്ളം വറ്റി. നിരവധി കിണറുകളിലും വെള്ളം താഴ്ന്നു. ദുരിതത്തിലായത് 42 കുടുംബങ്ങളാണ്. ഭൂഗർഭജല വകുപ്പിന്റെ ജില്ലാ ഓഫീസർമാർ സ്ഥലം സന്ദർശിച്ചെങ്കിലും പരിഹാരം കണ്ടെത്താനായില്ല. തുടർന്ന് കേന്ദ്ര ഭൂഗർഭജല വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി. ഇപ്പോൾ കേന്ദ്ര സംഘം പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഈ 97 അടിയിൽ നിന്ന്, അതായത് മെറ്റലൊക്കെ ഇട്ട് ബ്ലോക്ക് ചെയ്ത് ഒരു 10-50 അടിയോളം പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ഈ പരിസര പ്രദേശങ്ങളിലെ വാട്ടർ ലെവൽ ഉയരും. അപ്പോൾ കുടിവെള്ള വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇവിടെ പൂർണ്ണമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ആ കുഴൽക്കിണർ പൂർണ്ണമായിട്ട് നമ്മൾ അടയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കേന്ദ്ര സംഘവും പറഞ്ഞിരിക്കുന്നത്. 97 അടി താഴ്ചയിൽ തടഞ്ഞ് പുറത്തേക്കുള്ള വെള്ളത്തിന്റെ ശക്തി കുറയ്ക്കാനാണ് കേന്ദ്ര സംഘത്തിന്റെ തീരുമാനം. എന്നാൽ നാട്ടുകാരുടെ ആവശ്യം കുഴൽക്കിണർ പൂർണ്ണമായും അടയ്ക്കണമെന്നാണ്. കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിക്കാൻ ആവശ്യമായ വെള്ളം സമീപത്തു നിന്ന് തന്നെ ലഭിക്കുമെന്നിരിക്കെയാണ് പഞ്ചായത്ത് കുഴൽക്കിണർ നിർമ്മിച്ചത്. അത് പക്ഷേ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത്. കുടിവെള്ള പ്രശ്നമായതിനാൽ തന്നെ അടിയന്തരമായി പരിഹാരം കാണേണ്ടതുണ്ട്. അൻമരിയ സനി, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കുഴിച്ചൊരു കുഴൽക്കിണർ കുടിവെള്ളം മുട്ടിക്കുന്ന പരുവത്തിലേക്ക് എത്തിയതിലുള്ള ഞെട്ടൽ നാട്ടുകാർക്ക് ഇപ്പോഴും മാറുന്നില്ല. ഞങ്ങളുടെയൊക്കെ കുഴൽക്കിണർ ഓവർഫ്ലോ ആയിരുന്നു. ഈ ചുറ്റുവട്ടത്തുള്ള 3 കുഴൽക്കിണറുകൾ ഓവർഫ്ലോ ആയിരുന്നു. ആ ഓവർഫ്ലോ നിൽക്കുകയും വെള്ളം ഒത്തിരി താഴ്ന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് ഇപ്പോൾ പഞ്ചായത്ത് 10-16 ദിവസങ്ങൾക്ക് ശേഷം ജലസംഭരണിയിലേക്ക് വെള്ളം അടിച്ചു തരുന്ന ആ വെള്ളമാണ് ഇപ്പോൾ ഞങ്ങൾ കുടിവെള്ളത്തിനായിട്ട് ആശ്രയിക്കുന്നത്. വെള്ളത്തിൻ്റെ താരതമ്യം ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. മുഴുവൻ സമയങ്ങളിലും വെള്ളം കിട്ടിയിട്ടുണ്ട്. 16-18 പേരോളം ഞങ്ങളുടെ കോൺവെൻറ്റിലുണ്ട്. വെള്ളത്തിന് ഞങ്ങൾക്ക് അലക്കാനും കുളിക്കാനൊക്കെ തോട്ടി പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അടിച്ചു നോക്കി. 20 മിനിറ്റ് ഞങ്ങൾ അടിച്ചു. 20 മിനിറ്റ് അടിച്ചിട്ട് പിന്നെ ഞങ്ങളങ്ങ് നിർത്തി. ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ പരീക്ഷ കഴിഞ്ഞാൽ മോട്ടർ കത്തിപ്പോയെങ്കിൽ ആകെ 375 അടിയുള്ളൂ താഴ്ച. ഇല്ല, അവിടെ ആ കുഴൽക്കിണറിന് ആവശ്യമില്ലായിരുന്നു. വെറുതെ അത് കുത്തിയതല്ല. ഇവിടെ ആ വാലവാടിയുടെ അവിടെ ഒരു കുഴൽക്കിണർ കുത്തി അതിനൊരു മോട്ടർ വെച്ചാൽ അവിടെ ഒരു ടാങ്കും വെച്ചാൽ ആ വെള്ളം അങ്ങോട്ട് ചെന്നാൽ അതിന് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നു. ഇപ്പം നിലവിൽ ഇവരുടെ ഈ അസോസിയേഷനിൽ തന്നെ 16 കുഴൽക്കിണറുണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഞങ്ങളുടെ കൂടുമ്പോൾ 19 കുഴൽക്കിണറുണ്ട്. പിന്നെ രാജു എന്നൊരു പ്രശ്നം ചേരുന്നുണ്ട് കൊല്ലത്ത്. രാജുട്ടാ പറഞ്ഞോ. സാറേ, കഴിഞ്ഞ നവംബർ മാസം 15-ാം തീയതി ഞങ്ങൾക്ക് വെള്ളം വന്നതാണ്. ഇവിടെ ഏകദേശം 30 വീടുകളുണ്ട്. ഈ നവംബർ 15 എന്തോ നവംബർ 15-നോ? നവംബർ 15-ന്. ഓ,
പറഞ്ഞോട്ടെ ബാക്കി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുവരെ വെള്ളം വന്നിട്ടില്ല. ഞങ്ങൾ വാട്ടർ അതോറിറ്റി വിളിച്ച് പറഞ്ഞ് എല്ലാ തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് എവിടെ വിളിച്ച് പറഞ്ഞതിന് ശേഷവും ഇതുവരെ ഞങ്ങൾക്ക് വെള്ളം വരുന്നില്ല. ഇതിന്റെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പൊ ഞങ്ങൾ പൈസ കൊടുത്ത് വെള്ളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ പറ്റും സാറേ? ചേട്ടാ എന്തോ പ്രശ്നം എന്ന് പറയുന്നത്? ഇപ്പൊ നവംബർ എന്ന് പറയുന്നത് മാസം ഇപ്പൊ എത്രയായി? മാസം 3 നാളായില്ലേ? എന്താ പ്രശ്നം? പ്രശ്നം എന്താ പറയുന്നത്? 4 മാസം കൊണ്ട് ഞങ്ങൾക്ക് വെള്ളമില്ല. അല്ലെ പ്രശ്നം എന്താന്നാ പറയുന്നത്? നമ്മൾ വാട്ടർ അതോറിറ്റി വിളിച്ചു ചോദിക്കും. ഞാൻ തിരുവനന്തപുരത്ത് ഓഫീസിൽ ഞാൻ വിളിച്ചു ചോദിച്ചു പറഞ്ഞാൽ അവർ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വാളകത്ത് വിളിക്കുമ്പോഴും അവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വെള്ളം വിട്ടിട്ടുണ്ട്. ഇപ്പം ഫോൺ എടുക്കത്തുമില്ല. വാളകത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തുമില്ല. ചേട്ടാ സ്ഥലം ഒന്നുകൂടെ കൃത്യമായിട്ട് പറയട്ടെ. കൊല്ലം ജില്ല കൊട്ടാരക്കര താലൂക്ക് ഇളമാട് പഞ്ചായത്ത് 4-ാം വാർഡ്. ഓക്കെ. അപ്പോൾ അവിടെ 4 മാസമായി വെള്ളമില്ല. നവംബർ 15 ലാസ്റ്റ് വെള്ളം വന്നു എന്ന് പറയുകയാണ്. കുടിവെള്ളത്തിനായി കുറേയധികം വീട്ടുകാർ പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. കേൾക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പാലക്കാട് വിഷ്ണു വി സി പറയുന്നത് പാലക്കാട് തൃശ്ശൂർ റൂട്ടിൽ RTO വേട്ട അവസാനിപ്പിക്കാൻ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ വേട്ട ഉണ്ടോ എന്നറിയില്ല. രാജേഷ് പറയുന്നു മുരിക്കാശ്ശേരിയിൽ നല്ല മഴ എന്ന് പറയുന്നു. സാം സെയ്സ് ആഷ്മിയുടെ കാനഡയിൽ നല്ല സ്നോ ആണ്, എന്നാലും ആഷ്മിയുടെ വാർത്ത ചൂടാണ്. താങ്ക് യു സാം. ഭാസ്കർ നാറ്റാശ്ശേരി ഹർഷിത നോട്ട് കെപ്റ്റ് ദ സീസേഴ്സ് as a heron. It is clear that what happened due to the negligence of doctors concerned. So government should give the compensation immediately എന്ന് പറയുന്നു. നഷ്ടപരിഹാരം നൽകണമെന്ന് പറയുന്നു. ഈ പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അന്വേഷണ സംഘത്തിന് മാത്രം മനസ്സിലാകാത്ത പ്രത്യേക പ്രതിഭാസമാണ് കത്രിക എങ്ങനെ വയറ്റിൽ വന്നു എന്നുള്ള കാര്യം.